കഞ്ഞി തെഞ്ഞിയില്ല ചെങ്ക്. ആ കഞ്ഞി തെഞ്ഞുടി. ഓൽക്ക് ഉച്ചക്കൊക്കെ ചോറ് വേണ്ടാന്ന് പറഞ്ഞു. ഓല് 2 1 മണിയൊക്കെ ആകുമ്പോത്തിന് പണി നിർത്തി പോകുന്നായിരുന്നു. ആ തബൂക്കും കട്ടൊക്കെ അവിടെ ഇറക്കിയിട്ടീന്നല്ലോ, അതായിട്ട് പണി ഇരിക്കണില്ലേ? ഓലെന്തേ നാർത്തന്നെ പോണു? തബൂക്കട്ടായിട്ട് കെട്ടുന്നുണ്ട്, അത് നാളെ കെട്ടാന്നാ പറഞ്ഞത്. ഓല് ഉച്ചവരെ പണിയെടുക്കലുള്ളോലോ, നേരത്തെ വന്നിക്കാണ്ട്. ഇനിയിപ്പോ ഓല് ചോറൊക്കെ വേവിച്ചിക്കാണ്ടേ ഓലെ വിശ്രമൊക്കെ കഴിഞ്ഞ് പണിയെടുക്കുമ്പോ പണിയൊന്നും ഉണ്ടാവൂല. വെറുതെ വൈകുന്നേരം വരെ പണിയെടുക്കണം. ഇപ്പത്തേനാണ് നിർത്തുകയാണ് നല്ലതും. അതേതായാലും നന്നായി. ഓൽക്ക് ചോറും കൂട്ടാനും ഉണ്ടാക്കാനും നല്ല പണിയാണ്. എനിക്കിപ്പോ ചോറും കൂട്ടാനും ഉണ്ടാക്കേണ്ട പണിയാണ്. ഒരു മനുഷ്യൻ നമ്മളെ മേരത്ത് നിൽക്കാണ്ട് പണിയെടുക്കുമ്പോ ഓൽക്ക് എന്തെങ്കിലുമൊക്കെ ചെലവിന് കൊടുക്കണം നബീസോ. അല്ലാതെ ചെലവ് നിങ്ങൾ എവിടെ കൊടുന്ന് തിന്നോളി അറിയുമ്പോ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഇപ്പൊ ആ തബൂവും കട്ട ഞാൻ ഇപ്പൊ കെട്ടിച്ചിണ്ടതേ ഈ പന്നിന്റെ ശല്യം വല്ലാതുണ്ട്. അപ്പൊ അതൊന്നും ഒഴിവായി കിട്ടുവെച്ചിട്ടാണ് കെട്ടിച്ചിണ്ടത്. നമ്മളെ സലാമിന്റെ കല്യാണക്കാരി എന്തായി? ആ പറമ്പത്തെ ചെക്കന്റെ പെങ്ങളെ കൊണ്ട് പറഞ്ഞീനില്ലേ? അതിന്റെ വല്ല വിവരം കിട്ടിയോ നിങ്ങക്ക്? അതിപ്പോ നടക്കൊന്നും തോന്നുന്നില്ല. ഓൽക്കിപ്പോ ബാപ്പി ഇമ്മി ഇല്ലാത്തതല്ലേ. പല കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ട് അമ്മോങ്കാക്കാണ്. ഇപ്പൊ മൂപ്പര് ഈ കല്യാണം നടത്താൻ പറ്റൂല എന്ന് പറഞ്ഞേക്കണു ആ ചെക്കൻ എന്നോട് പറഞ്ഞു. അപ്പൊ തറവാടുത്തല്ലായിട്ടാണെന്നൊക്കെയാണ് അവരെ പറഞ്ഞത്. അതിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാരും നോക്കൂ അതൊക്കെ. ഇപ്പൊ കൂടിയതല്ലേ, നല്ലൊരു തറവാട്ടിന്ന് അങ്ങനെ കിട്ടുമൊന്നുമില്ല. അത് മാത്രൊന്നും അല്ലടി, ആ അമ്മറാജി അല്ല ആള്. അയാൾക്കേ മുതലുണ്ട് എന്നുള്ള ഒരു അഹങ്കാരം അല്ലെങ്കിലും ഉണ്ട്, ഒരു ഉങ്ക് 4 ആളടിയില്. അയാളെ കുടുംബത്തിലുള്ളവർക്ക് പോയി അയാളെ പറ്റൂല.